ഹായ് ഹലോ, എല്ലാ കൂട്ടുകാർക്കും സിനീസ് ലേണിംഗ് ജേണിയിലേക്ക് സ്വാഗതം. വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് സിനീസ് ലേണിംഗ് ജേണി. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എപ്പോഴത്തെ പോലെ നിങ്ങൾ കരുതും ഞാനൊരു ഫിസിക്സ് ക്ലാസ് ആയിട്ടാണ് വന്നിരിക്കുന്നതെന്ന്. പക്ഷേ അല്ല, ഞാൻ ഇന്നൊരു മാത്സ് ബേസ്ഡ് ക്ലാസ്സുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. എന്താണെന്നറിയാവോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഫിസിക്സിൽ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ പലർക്കും സ്റ്റക്ക് ആയിട്ട് പോകുന്നതായിട്ട് ഫീൽ ചെയ്യാറില്ലേ? അതെന്താണെന്നറിയോ, മാത്സിന്റെ ബേസ് തറ അല്ലാത്തത് കൊണ്ടാണ്, ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ നമുക്ക് ആദ്യം ആ മാത്സിന്റെ ബേസ് ഒന്ന് ക്ലിയർ ചെയ്യാം. അതായത് നിങ്ങൾക്ക് എസ് എസ് എൽ സി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് മസ്റ്റ് ആയിട്ട് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് മാത്സ് ബേസ് ക്ലാസ് ആണ് ഞാൻ തരാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പൂർണ്ണസംഖ്യകൾ, അഥവാ ഇന്റിജേഴ്സ്, അതിന്റെ അഡിഷൻ, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ. അതിൽ നമുക്ക് അതിന്റെ അഡിഷൻ നോക്കാം. ഇന്റിജേഴ്സിന്റെ അഡിഷൻ നോക്കുമ്പോൾ, അതായത് ഇവിടെ നോക്കിക്കേ, പ്ലസും പ്ലസും അതായത് സെയിം സൈൻ ആണെങ്കിൽ ആ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ആ സെയിം സൈൻ തന്നെ കിട്ടും. ഇവിടെ നോക്കിയേ, നെഗറ്റീവും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നെഗറ്റീവ് തന്നെ കിട്ടും. അതായത് നെഗറ്റീവ് സൈനും തമ്മിലുള്ള രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ ആൻസർ ഒരു നെഗറ്റീവ് സൈൻ ആയിരിക്കും. അതേസമയം വ്യത്യസ്ത ചിഹ്നമാണെങ്കിലോ, ഡിഫറൻറ്റ് സൈൻ ആണെങ്കിലോ, പ്ലസും മൈനസും ആണെങ്കിൽ അത് എങ്ങനെ ചെയ്യണം? വലിയ നമ്പറിൽ നിന്നും ചെറിയ നമ്പറിൽ കുറച്ച് വലുതിന്റെ ചിഹ്നം കൊടുക്കണം. അതായത് വലിയ നമ്പറിൽ നിന്നും ചെറിയ നമ്പർ കുറച്ചിട്ട് വലിയ നമ്പറിന്റെ സൈൻ ഏതാണോ ആ സൈൻ ഇട്ട് കൊടുക്കണം. അതിനാണ് വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കി വേണം നിങ്ങൾ ഇത് ക്ലിയർ ആക്കി എടുക്കാനായിട്ട്. അത് നോക്കിയപ്പോൾ പ്ലസ് ഇപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാം അല്ലെ. 8+8 +6 എന്ന് പറയുമ്പോൾ ആൻസർ എന്താണ്? ഇവിടെ നോക്കിയാൽ രണ്ടും സെയിം സൈൻ ആണ് അല്ലെ. അപ്പൊ അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് അറിയാം, 8ഉം 6ഉം ആഡ് ചെയ്ത് സെയിം സൈൻ ഇട്ട് എഴുതുക അല്ലെ. അപ്പൊ 8+6 എത്ര കിട്ടും? 14. സൈൻ ഏതാണ്? പ്ലസ് കിട്ടും. ഇവിടെ നോക്കിയാൽ മൈനസും പ്ലസ് ചെയ്യുമ്പോൾ നോക്കിയാൽ -12 -4 കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇത് +-4. അപ്പൊ ഇവിടെ എന്താണ്? ഒരേ സൈൻ ആണ്. അപ്പൊ എന്ത് ചെയ്യുക? കൂട്ടിയിട്ട് അതേ സൈൻ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പൊ 12ഉം 4ഉം കൂട്ടുമ്പോൾ എത്ര കിട്ടും? 16 കിട്ടും. സൈൻ എന്താണ്? നെഗറ്റീവ് സൈൻ. ഇനി ഈ ഡിഫറൻസ് സൈനിന്റെ കേസിലാണെങ്കിലോ, അതായത് ഇവിടെ പ്ലസ് ആണ്, ഇവിടെ മൈനസ് ആണ്. അപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ നോക്കിയോ, ഒരു ഉദാഹരണം നോക്കാം. +12 -6. +12 ഇത് എങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വ്യത്യസ്ത നമ്പറാണ് അല്ലെ. അപ്പൊ വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുക ആദ്യം. അത് വലിയ നമ്പർ ഏതാണ്? 12ൽ നിന്നും 6 കുറയ്ക്കുക, ചെറിയ നമ്പർ കുറയ്ക്കുക. അപ്പൊ നമുക്ക് 6 കിട്ടും. ഇനി സൈൻ ഏത് ഇടണം? വലുതിന്റെ സൈൻ ആണ്. ഇവിടെ വലിയ നമ്പറിന്റെ സൈൻ എന്താണ്? പ്ലസ് ആണ്. അപ്പൊ ഇവിടെ +6. നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിയാൽ +3 +2 രണ്ടും സെയിം സൈൻ ആണ്. അപ്പൊ എന്താ വേണം? ആഡ് ചെയ്തിട്ട് സെയിം സൈൻ ഇട്ട് കൊടുക്കുക. +3 +2 +5 എന്ന് കേട്ടോ അല്ലെ. ഇവിടെ നോക്കിയോ, രണ്ടും ഡിഫറൻസ് ആണ്, മൈനസും പ്ലസും ആണ്. അപ്പൊ എന്ത് ചെയ്യണം? മൈനസും പ്ലസും വന്നാല് വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. ഇവിടെ വലിയ നമ്പർ 6ഉം ചെറിയ നമ്പർ 5ഉം ആണ്. അപ്പൊ 6ൽ നിന്നും 5 കുറയ്ക്കുമ്പോൾ 1 കിട്ടും. വലുതിന്റെ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്, അത് ഇട്ട് കൊടുക്കും. കണ്ടോ, ഇവിടെ നോക്കിക്കേ, രണ്ടും സെയിം സൈൻ ആണ്. അപ്പൊ എന്ത് ചെയ്യും? അവ തമ്മിൽ കൂട്ടിയിട്ട് സെയിം സൈൻ തന്നെ ഇട്ട് കൊടുക്കും. അപ്പൊ 10ഉം 5ഉം 15 കിട്ടും. സൈൻ എന്താണ്? -15. കണ്ടു, ഇതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഇട്ട് നോക്കി തനിയെ ചെയ്തു നോക്കണം. ഇനി നമുക്ക് ഇന്റിജേഴ്സിന്റെ സബ്സ്ട്രാക്ഷൻ ആണ് നോക്കുന്നത്. നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, -6 -5 എങ്ങനെ ചെയ്യും നോക്കിക്കേ. അതായത് നമ്മൾ ഇതിന്റെ അഡിഷനിലോട്ട് മാറ്റണം. അതായത് ഈ മൈനസിനെ നമ്മൾ പ്ലസ് ആക്കണം. അപ്പൊ ഇതിന്റെ സൈന് ചേഞ്ച് ചെയ്യണം. അതായത് ഈ മൈനസിനെ നമ്മൾ അഡിഷനിലോട്ട് മാറ്റുന്നു. അപ്പൊ ഈ സംഖ്യയുടെ സൈൻ ഇവിടെ പ്ലസ് ആക്കല്ലേ, അതിന്റെ സൈൻ എന്താക്കണം? മൈനസ് ആക്കണം. അപ്പൊ -6 ഈ സൈൻ നമ്മൾ പ്ലസ് ആക്കി, ഈ നമ്പറിന്റെ സൈൻ നമ്മൾ മൈനസ് ആക്കുന്നു. കണ്ടോ, നോക്കിയ സെയിം സൈൻ തമ്മിൽ ആഡ് ചെയ്യാൻ തരുമ്പോ എന്ത് വേണം? അവ തമ്മിൽ കൂട്ടിയിട്ട് സെയിം സൈൻ തന്നെ ഇട്ട് കൊടുക്കണം അല്ലെ. അപ്പൊ ഇവിടെ 6ഉം 5ഉം 11 കിട്ടും. സൈൻ എന്താണ്? മൈനസ് ആണ്. അപ്പൊ -11 ആൻസർ കിട്ടും. അതായത് ഇവിടെ ഒരു മൈനസും പ്ലസും വന്നാൽ അത് മൈനസ് ആണെന്ന് ചിന്തിക്കുക. ഇനി ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, +12 -3 എന്ന് വരുന്നത്. നോക്കിക്കേ, ഇവിടെ നമ്മൾ ഇതിനെ അഡിഷനിലോട്ട് മാറ്റണം. ഈ മൈനസിനെ പ്ലസ് ആക്കണം, ഈ നമ്പറിന്റെ സൈൻ ചേഞ്ച് ചെയ്ത് കൊടുക്കണം, മാറ്റി കൊടുക്കണം. അതായത് മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കണം, പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കണം. അപ്പൊ ഇവിടെ നമ്മൾ മൈനസിനെ അഡിഷൻ ആക്കി. അപ്പൊ ഇനി ഈ നമ്പറിന്റെ സൈൻ ചേഞ്ച് ചെയ്യണം. അതായത് ഇത് പ്ലസ് ആക്കണം. അതായത് +12 +3 എന്ന് എടുക്കും.
അപ്പൊ ഇത് നോക്കി ഇവിടെ സെയിം സൈൻ അല്ലേ, അപ്പൊ അവ തമ്മിൽ കൂട്ടിയിട്ട് അതേ സൈൻ ഇട്ട് കൊടുക്കണം. അപ്പൊ 12+3 എന്ന് പറയുമ്പോൾ 15 കിട്ടും. സൈൻ എന്താണ്? പ്ലസ് ആണ്. കണ്ടോ? ഈ രണ്ട് കേസാണ് എന്തിലുള്ളത്? സബ്സ്ട്രാക്ഷനിലുള്ളത്. നമുക്ക് സബ്സ്ട്രാക്ഷനെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം, അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവും. ഇവിടെ നോക്കിയേ +8 -5. നമുക്ക് ഇവിടെ നോക്കിക്കേ, അപ്പൊ ഈ മൈനസിനെ എന്താണ് നമ്മൾ സബ്സ്ട്രാക്ഷനിലെ മൈനസിനെ നമ്മൾ അഡീഷനിലോട്ട് ചേഞ്ച് ചെയ്യണം. അപ്പൊ ഈ മൈനസ് എല്ലാം നമ്മൾ ആഡ് ആക്കുന്നു. അപ്പൊ ആഡ് ആക്കുമ്പോൾ അടുത്ത നമ്പറിന്റെ സൈൻ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇവിടെ നോക്കിയേ +8 ഈ മൈനസ് എന്നുള്ള പ്ലസ് ആയി, ഇതിന്റെ സൈൻ നമ്മൾ മൈനസ് ആക്കി. അപ്പൊ ഇവിടെ നോക്കിയാൽ പ്ലസും മൈനസും വന്നാൽ എന്ത് ചെയ്യും? വ്യത്യസ്ത ചിഹ്നം വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. അപ്പൊ 8 നിന്നും 5 പോകുമ്പോൾ 3 കിട്ടും. ഇവിടെ 8ന്റെ സൈൻ എന്താണ്? പ്ലസ്. അപ്പൊ ആൻസർ +3. ഇനി അടുത്ത് ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മള് മൈനസിനെ നമ്മൾ അഡിഷൻ ആക്കണം അല്ലെ, അഡിഷൻ ആക്കി. പിന്നെ എന്താണ്? ഈ നമ്പറിന്റെ സൈൻ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. മൈനസ് ആയത് പ്ലസ് ആക്കി. ഇവിടെ നോക്കിയപ്പോ എന്ത് കിട്ടി? ഡിഫറൻസ് സൈൻ ആയി അല്ലെ. അപ്പൊ ഡിഫറൻസ് ആയപ്പോ വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം കൊടുക്കണം. 8ൽ നിന്നും 3 കുറയ്ക്കുമ്പോ 5 കിട്ടും. സൈൻ ഏതാണ്? വലുതിന്റെ സൈൻ മൈനസ്. കണ്ടോ? ഇനി അടുത്ത് നോക്കിയേ +6 - 4. ഇവിടെ നമ്മൾ മൈനസ് സബ്ട്രാക്ഷൻ ചെയ്യേണ്ടത് നമ്മൾ അഡിഷൻ ആക്കുന്നു. അടുത്ത നമ്പറിന്റെ സൈൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. പ്ലസ് ആയത് മൈനസ് ആക്കുന്നു. അപ്പൊ നോക്കിയാൽ വ്യത്യസ്ത സൈൻ ആയില്ലേ, ഡിഫറൻറ്റ് സൈൻ ആയി രണ്ട് നമ്പർ. അപ്പൊ വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കുക, എന്നിട്ട് വലുതിന്റെ സൈൻ കൊടുക്കുക. 6ൽ നിന്നും 4 പോകുമ്പോ 2 കിട്ടും. വലുതിന്റെ സൈൻ +2. ഇനി അടുത്ത് നോക്കിയാൽ 10 - 15 നമ്മൾ എളുപ്പത്തിൽ 15 - 5 എന്നൊക്കെ പറയും. അല്ല, ഇവിടെ സൈൻ നോക്കിക്കേ, 10ന്റെ സൈൻ ഇവിടെ സൈൻ ഇല്ല. ഇവിടെ ഒരു സൈനും എടുത്ത് തന്നിട്ടില്ല. ഇവിടേക്ക് ഞാൻ +6 +8 ഒക്കെ തന്നു. ഇവിടെ സൈൻ ഞാൻ തന്നിട്ടില്ല, സൈൻ എഴുതിയിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം എന്താണത്? പോസിറ്റീവ് എന്നാണ് അതിനർത്ഥം. അപ്പൊ ഇവിടെ +10 ആണിത്. സബ്സ്ട്രാക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ അഡിഷനിലോട്ട് മാറ്റണം. അപ്പൊ ഇതിനെ അഡിഷനിലോട്ട് മാറ്റുമ്പോൾ അടുത്ത് കിടക്കുന്ന നമ്പറിന്റെ സൈൻ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. +15 ആണ്, നമ്മൾ -15 ആക്കി കൊടുക്കുന്നു. ഇനി എന്ത് ചെയ്യും? ഇതിപ്പോ വ്യത്യസ്ത സൈൻ ആയില്ലേ, അപ്പൊ നമ്മൾ വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിന്റെ സൈൻ കൊടുക്കണം. 15 10 പോകുമ്പോ 5 കിട്ടും. വലിയ നമ്പർ ഏതാണ്? 15. അതിന്റെ സൈൻ ഏതാണ്? നെഗറ്റീവ്. കണ്ടോ? അതുപോലെ തന്നെ ഇവിടെ നോക്കിയേ, ഇവിടെ സൈൻ ഒന്നും ഇല്ലെങ്കിൽ അതിനർത്ഥം ഇത് പോസിറ്റീവ് നമ്പർ ആണെന്നാണ്. ഇവിടെ നോക്കിയേ, ഇതിനെ നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമ്മൾ അഡിഷൻ ആക്കുന്നു. അതിന്റെ അടുത്ത് കിടക്കുന്ന നമ്പറിന്റെ സൈൻ നമ്മൾ പ്ലസ് ആക്കി കൊടുക്കുന്നു, ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ നോക്കിക്കേ, ഇപ്പം സെയിം സൈൻ ആയില്ലേ. ഇപ്പൊ സെയിം സൈൻ ആണെങ്കിൽ എന്ത് വേണം? കൂട്ടിയിട്ട് സെയിം സൈൻ തന്നെ കൊടുക്കും. അപ്പൊ 12 + 4 എത്ര കിട്ടും? 16 കിട്ടും. സൈൻ +16. ഇതിപ്പോ +16 എന്ന് എഴുതിയില്ലെങ്കിലും എന്ത് തന്നെയാണ്? 16 തന്നെയാണ്. ഇവിടെ നോക്കിക്കേ, 15 - 5 എങ്ങനെ ചെയ്യണം? ഇവിടെ നമ്മൾ സബ്സ്ട്രാക്ഷൻ അഡിഷൻ ആക്കുന്നു. +5നെ -5 ആക്കുന്നു. അപ്പൊ വ്യത്യസ്ത സൈൻ വന്നു. വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. 15ൽ നിന്നും 5 പോകുമ്പോ 10 കിട്ടും. വലിയ നമ്പറിന്റെ സൈൻ ഏതാണ്? പോസിറ്റീവ്. കണ്ടോ? ഇനി അടുത്ത് നോക്കിയേ, 5 - -10. നോക്കിക്കേ, ഇവിടെ എന്താണ്? സബ്സ്ട്രാക്ഷൻ നമ്മൾ ചേഞ്ച് ചെയ്ത് പ്ലസ് ആക്കുന്നു. അപ്പൊ അടുത്ത നമ്പറിന്റെ സൈൻ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. മൈനസ് എന്നുള്ള പ്ലസ് ആക്കി. ഇത് സെയിം സൈൻ ആയി. അപ്പൊ കൂട്ടിയിട്ട് സെയിം സൈൻ തന്നെ എടുക്കാം. 5 + 10 എത്ര? 15. പ്ലസ് സൈൻ കൊടുത്തു അല്ലെ. നമ്മൾ ഈ മൈനസിന് നമ്മൾ മൊത്തം പ്ലസ് ആക്കി ചെയ്ത് കൊടുത്തു. ആ പ്ലസ് ആകുമ്പോൾ അതിന്റെ അടുത്ത് കിടക്കുന്ന നമ്പറിന്റെ സൈനും കൂടി നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഇന്റിജേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആണ് നോക്കുന്നത്. ഇവിടെ നോക്കിയേ, ഇത് നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കണം. ഇത് നിങ്ങൾ ബൈമായിട്ട് എഴുതുക. അതായത് പ്ലസ് ഇൻറ്റു പ്ലസ്, അതായത് പ്ലസിനെ പ്ലസ് കൊണ്ട് തന്നെ ഗുണിക്കാൻ തന്നാൽ ആൻസർ പ്ലസ് കിട്ടും. മൈനസിനെ മൈനസ് കൊണ്ട് തന്നെ ഗുണിക്കാൻ തന്നാൽ ആൻസർ പ്ലസ് കിട്ടും. പ്ലസിനെ മൈനസ് കൊണ്ട് ഗുണിച്ചാലോ മൈനസ് കിട്ടും. ഇങ്ങനെ പഠിച്ചെടുക്കാം. പ്ലസ് ഇൻറ്റു പ്ലസ് പ്ലസ്, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. ഓക്കെ അല്ലേ? അപ്പൊ നോക്കിയേ, ഇവിടെ നോക്കിയേ, പ്ലസ് ഇൻറ്റു പ്ലസ്. ഇപ്പൊ +3 ഇൻറ്റു +2. നോക്കിയേ, എന്ത് കിട്ടും? പ്ലസ് ഇൻറ്റു പ്ലസ് ആണ്. അപ്പൊ സൈൻ പ്ലസ്. ഇനി ഇതിനെ ഇൻറ്റു ചെയ്യുക. 3 ഇൻറ്റു 2 എത്രയാണ്? 6. ആൻസർ കിട്ടിയില്ലേ? ഇവിടെ നോക്കിയേ, മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. -4 ഇൻറ്റു -2 ഇസ് ഈക്വൽ ടു, നോക്കിക്കേ, മൈനസ് ഇൻറ്റു മൈനസ് എന്താണ്? പ്ലസ് ആണ്. ഇനി 4 ഇൻറ്റു 2 എത്ര? 8. ആൻസർ കിട്ടിയില്ലേ? ഇനി പ്ലസ് ഇൻറ്റു മൈനസ് നോക്കാം. +8 ഇൻറ്റു -2. ഇവിടെ നോക്കിക്കേ, പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ് 8 ഇൻറ്റു 2 എത്രയാണ്? 16. ആൻസർ കിട്ടിയില്ലേ? സിമ്പിൾ അല്ലേ? നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം.
ഇവിടെ നോക്കിയേ 4 × -50 പ്ലസ് ഇത് സൈൻ അങ്ങനത്തെ പ്ലസ് സൈൻ ആണെന്നാണ് അല്ലെ. അപ്പൊ നോക്കിയേ പ്ലസ് ഇൻറ്റു മൈനസ് എന്താണ് മൈനസ് അല്ലെ. ഇനി നമ്പർ ഇൻറ്റു ചെയ്യാം. 4 × 15 എന്ത് കിട്ടും 60 കിട്ടും അല്ലെ. ആൻസർ -60. ഇനി ഇവിടെ നോക്കിക്കേ മൈനസ് ഇൻറ്റു മൈനസ് ഇൻറ്റു മൈനസ്. ഓക്കെ, ആദ്യം ഈ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് അല്ലെ. വീണ്ടും പ്ലസ് ഇൻറ്റു മൈനസ് എന്ത് കിട്ടും മൈനസ്. മൈനസ് ഇനി എന്താണ് 4 × 5 എത്രയാണ് 20 അല്ലെ. 20 × 6 എത്രയാണ് 120. ആൻസർ കിട്ടിയില്ലേ. ഇനി അടുത്ത നോക്കിയേ പ്ലസ് ഇൻറ്റു മൈനസ് എന്താണ് മൈനസ് കിട്ടും അല്ലെ. ആ മൈനസ് ഇൻറ്റു വീണ്ടും പ്ലസ് എന്ത് കിട്ടും മൈനസ് കിട്ടും. ഇനി ഇത് ആഡ് ചെയ്ത് 5 × 6 എത്രയാണ് 30 അല്ലെ. 30 × 7 210. ആൻസർ കിട്ടിയില്ലേ. മനസ്സിലായോ. ഇനി ഡിവിഷൻ ഓഫ് ഇന്റിജേഴ്സ് നോക്കിക്കേ. മൾട്ടിപ്ലിക്കേഷന്റെ പോലെ തന്നെയാണ് ഡിവിഷനും. പ്ലസ് ഡിവൈഡഡ് ബൈ പ്ലസ് പ്ലസ് ആണ്. മൈനസ് ഡിവൈഡഡ് ബൈ മൈനസ് പ്ലസ് ആണ്. പ്ലസ് ഡിവൈഡഡ് ബൈ മൈനസ് മൈനസ് ആണ്. ഇത് പഠിച്ചു വെക്കാം. നമുക്ക് ഡിവിഷന്റെ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്തു നോക്കാം. ഇവിടെ നോക്കിക്കേ ഇത് പ്ലസും മൈനസും ആണ്. പ്ലസും മൈനസും ആണെങ്കിൽ ആൻസർ എന്താണ് മൈനസ് ആണ്. 48നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും 16 കിട്ടും. ഓക്കെ അല്ലേ. ഇനി അടുത്ത് നോക്കിക്കേ 440 ഡിവൈഡഡ് ബൈ 11 അതില് രണ്ടും മൈനസ് സൈൻ ആണ്. അപ്പൊ മൈനസ് ഡിവൈഡഡ് ബൈ മൈനസ് എന്താണ് പ്ലസ് ആണ്. അപ്പൊ നമ്മള് പ്ലസ് കൊടുത്തു. ഇനി 440 ഡിവൈഡഡ് ബൈ 11 സിമ്പിൾ ആ. 44 × 11 44 എത്ര 4 ടൈംസ് 0. ആൻസർ എത്ര +48. ഇനി ഇവിടെ നോക്കി ഇതും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, മൈനസും മൈനസും ആണ് വന്നത്. അപ്പൊ ആൻസറിൽ എന്ത് കിട്ടും പ്ലസ് കിട്ടും. ഇവിടെ നോക്കിയേ 525 25 എത്ര ടൈംസ് 25. ആൻസർ എത്ര കിട്ടി കണ്ടോ. മനസ്സിലായോ. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ കുറെ ക്വസ്റ്റ്യൻസ് ഇതിന്റെ ചെയ്ത് നോക്കുക. കാരണം നമ്മൾ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോ ഇങ്ങനെ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് ചെയ്യുന്നതിന് മൈനസ് ഒക്കെ പ്ലസ് മൈനസ് അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണം. സ്റ്റക്ക് ആവാതെ ചെയ്യാൻ പറ്റണം. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾ ഇതിന്റെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. കുറെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കേണ്ടി വരില്ല. സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങളങ്ങ് ആൻസറിലോട്ട് പൊക്കോളും. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതിന് നമ്മൾ എങ്ങനെ ചെയ്യണം ബോർഡ് മാസ് വെച്ചിട്ടാണ് ഇത് ചെയ്യേണ്ടുള്ളത് അല്ലെ. അപ്പൊ അതായത് ബോർഡ് മാസ് അതായത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിലൊക്കെ. ബ്രാക്കറ്റിലുള്ളത് ആദ്യം ചെയ്യുക, പിന്നെ ഓഫ് ഉണ്ടെങ്കിൽ അത് ചെയ്യുക, പിന്നെ ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ അഡിഷൻ, പിന്നെ സബ്സ്ട്രാക്ഷൻ. ഈ ഓർഡറിൽ ഇത് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ 8 ഡിവൈഡഡ് ബൈ നമുക്ക് ഇവിടെ ആദ്യം ബ്രാക്കറ്റ് ചെയ്യാം. അപ്പൊ 8 ഡിവൈഡ് ബൈ നമ്മൾ അതുപോലെ എഴുതി. ഇനി ബ്രാക്കറ്റ് ചെയ്യാം. നോക്കിക്കേ പ്ലസും മൈനസും അല്ലെ. അപ്പൊ എന്താ വരും നോക്കി നമുക്ക് ഇവിടെ പ്ലസ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുക അല്ലെ. ഇവിടെ മൈനസ് വരുമ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിന് ഈ മൈനസ് സെയിം സൈൻ ഉള്ളത് ആദ്യം ചെയ്യുക, എന്നിട്ട് പിന്നീട് ചെയ്യാം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാടത്തെ ചെയ്യാം. ഇവിടെ നോക്കി +14 -7 നോക്കി വ്യത്യസ്ത സൈൻ വന്നാൽ എന്താ വേണം വലുതിൽ നിന്നും ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം. അപ്പൊ നോക്കിക്കേ എന്ത് കിട്ടും ഇവിടെ 7 കിട്ടും. ഇനി ആ ഇത് രണ്ടും കൂടി ചെയ്യുമ്പോൾ 7 കിട്ടി +7. ഇനി +7 -3 എത്ര കിട്ടും +4 കിട്ടും. അപ്പൊ ഇവിടെ ഈ ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തത് 4 ആയി. ഇനി ഈ ബാലൻസ് 4. ഇനി ഇതിനെ നോക്കിക്കേ. ഇതിൽ ആദ്യം നമ്മൾ ഇതാണോ ചെയ്യേണ്ടത് അല്ല. ഇനി എന്ത് ചെയ്യണം ഡിവിഷൻ ചെയ്യണം. 8 ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. ആൻസർ എന്ത് കിട്ടും 4 കിട്ടും +4 ആൻസർ എത്ര 8 എന്ന് കിട്ടും. മനസ്സിലായി. ഇതാണെങ്കിൽ ഇങ്ങനെ ലോങ് ആൻസേഴ്സ് ഒക്കെ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് ക്ലിയർ ആവും. ഇത് ഓക്കെ അല്ല. ഇൻഡിജേഴ്സ് നെഗറ്റീവ് നമ്പേഴ്സ് പോസിറ്റീവ് നമ്പേഴ്സ് ഒക്കെ ആഡ് ചെയ്യാൻ സബ്സ്ട്രാക്ട് ചെയ്യാൻ മൾട്ടിപ്ലിക്കേറ്റ് ചെയ്യാൻ അതുപോലെ തന്നെ ഡിവിഷൻ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ റിവൈൻഡ് അടിച്ചിട്ട് വീണ്ടും കാണണം കേട്ടോ. ഇത് തറവാക്കി വെക്കുക കേട്ടോ. ഇനിയും ഇതുപോലെ ബേസ് ക്ലാസ് നിങ്ങൾക്ക് അത്യാവശ്യം SSLC-ക്കാർക്ക് അത്യാവശ്യമായിട്ടും വരുന്ന മാത്സ് ബേസ് ക്ലാസ്സുമായിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മനസ്സിലാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് കേട്ടോ. അവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ കമന്റ്സ് ഒന്നും അറിവിടുന്നില്ല. കമന്റ്സ് ഒക്കെ ഇട്ടാലല്ലേ മറ്റുള്ളവർ കാണുന്ന മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഉപയോഗം ഉണ്ടോ നമുക്ക് മനസ്സിലാവുന്നതാണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കമന്റോ ലൈക്കോ ഷെയറോ ഒക്കെ ചെയ്യുക കേട്ടോ. അപ്പൊ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.